തായ്ലൻഡിലെ 4-ാം ദിവസം കഴിയുകയാണ്. ഞങ്ങൾ ഇന്ന് സഫാരി വേൾഡും മറൈൻ പാർക്കും ആയിരുന്നു പ്രധാന പരിപാടികൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സഫാരി പാർക്കിൽ നിന്ന് തിരിച്ച് ഹോട്ടലിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഉള്ള വഴിക്കാഴ്ചകൾ കാണാം. പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് പോലെ തന്നെ അത്രയും തന്നെ തിരക്കേറിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റിലാണ് ബാങ്കോക്കിൽ ഞങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ രാത്രി കാഴ്ചകൾ കാണാം. അതേ സ്ട്രീറ്റിൽ തന്നെ അതിൻ്റെ അടുത്ത സ്ട്രീറ്റുകളിലുമൊക്കെ ഉള്ള രാവിലത്തെ കലാപരിപാടികൾ കാണാം, അവിടുത്തെ ആക്ടിവിറ്റീസ് കാണാം. നാളെ, അതായത് തായ്ലൻഡിലെത്തിയിട്ട് 5-ാം ദിവസം, ഞങ്ങളുടെ ഒരു ഫ്രീ ഡേ ആണത്. ഞങ്ങൾ പരിപാടികളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ആനിയുടെ ഒരു സിസ്റ്ററുണ്ട് ഇവിടെ കന്യാസ്ത്രീയായിട്ട്, മദർ തെരേസയുടെ മഠത്തിലാണ്. അപ്പോൾ അവരെ കാണാൻ പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നാളെ കടന്നു പോകും. സിസ്റ്ററിനെ കാണാൻ അവരുടെ മഠത്തിൽ പോകുന്നതും അതുപോലെ അവരുടെ കൂടെ ചെറിയൊരു ഔട്ടിങ്ങും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തായ്ലൻഡിലെ ഒരു പോസ്റ്റ് ബോക്സ് ആണിത്. ഇവിടുത്തെ പോസ്റ്റ് കോഡ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിൻ്റെ നമ്പറുണ്ട്. പിന്നെ ഇതിനകത്ത് 2 ലെറ്റർ ഇടാനുള്ള ഭാഗമുണ്ട്. ഒന്ന് ലോക്കൽ ലെറ്ററുകളും പിന്നെ പുറത്തേക്കുള്ള ലെറ്ററുകളും. ഈ കമാനത്തിൽ കാണുന്നത് രാജാവും രാജാവിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പരിസരത്തെത്തി. മെയിൻ സ്ട്രീറ്റാണിത്. ജനലിൽ കൂടെ തന്നെ രാത്രി കാഴ്ചകൾ കാണാം. പക്ഷേ രാത്രി ഉറങ്ങാൻ ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർക്ക് ഈ ഹോട്ടൽ റൂം അനുയോജ്യമല്ല. കാരണം ഭയങ്കര ശബ്ദമാണ് രാത്രി മുഴുവൻ. നേരം വെളുത്ത് 6 മണി വരെ ഈ ശബ്ദം സഹിക്കേണ്ടി വരും. രാത്രി കാഴ്ച കണ്ട അതേ സ്ട്രീറ്റ് തന്നെയാണിത്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് രാവിലെ 7 മണി ആയ സമയത്ത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് സ്ട്രീറ്റുകൾ സജീവമായിട്ടുണ്ട്. സ്ട്രീറ്റ് ഫുഡ് ഇവിടെ താരതമ്യേന വില കുറവാണ് റെസ്റ്റോറൻറ്റുകളെ അപേക്ഷിച്ചിട്ട്. ധാരാളം ഫ്രൂട്ട്സ് കിട്ടുന്ന സ്ഥലമാണ് തായ്ലൻഡ്. പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ തായ്ലൻഡിൻ്റെ ഫ്രൂട്ട്സ് ചെടികൾ വരുന്നുണ്ട്. നഴ്സറികളിലൊക്കെ പോയി കാണാം. എല്ലാം തായ്മയാണ്.
ഇടതുവശത്ത് കാണുന്നത് കഞ്ചാവ് കടയാണ്. ഇവിടെ എല്ലായിടത്തും കാണാം കഞ്ചാവ് കട. ഈ ഇലയുടെ പടത്തോടു കൂടി വീട് എന്ന് എഴുതിയ കടയാണ് കഞ്ചാവ് കട. അങ്ങനെ ഞങ്ങൾ കന്യാസ്ത്രീ ചേച്ചിയുടെ സ്ഥലത്തെത്തി. അവരുടെ മഠത്തിലാണ്. തായ്ലൻഡിൻ്റെ തനതായ ട്രഡീഷണൽ പലഹാരങ്ങളാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും തേങ്ങയുടെ ഒരു ടച്ചുണ്ട്. ചൈനീസ് ന്യൂ ഇയറിൻ്റെ അലങ്കാരങ്ങളാണ് കാണുന്നത്. നല്ല ഭംഗിയിട്ടിട്ട് പിള്ളേരിടുമ്പോളേ ഈ പെണ്ണ് കിട്ടണേ എന്താ നല്ല സുഭംഗിയാ. റെഡ് കളറായിട്ട് എവിടെയെങ്കിലും ഇറങ്ങും. ഇത് ഏതാണ്ട് കഴിയാറായിട്ടാണ് ഞങ്ങൾക്ക്. നല്ല ഭംഗിയുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കില്ലേ? Qua mãi thì gặp You understand? 180 for you.
തായ്ലൻഡിൽ വന്നിട്ട് സ്വർണം വാങ്ങിക്കാതിരിക്കണ എങ്ങനെയാ? എല്ലാം കാണിക്കണല്ലേ? ഇതല്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.